നടി ശ്രീവിദ്യയുടെ മരണവുമായി ബന്ധപ്പെട്ട് മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ശ്രീവിദ്യയുടെ സഹോദര ഭാര്യ വിജയലക്ഷ്മി. ശ്രീവിദ്യയുടെ സ്വത്തുക്കളുടെ പവർ ഓഫ് അറ്റോർണിയായി ഗണേഷ് കുമാറിനെയാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. കീമോതെറാപ്പിക്ക് വിധേയയായ കാലത്ത് ശ്രീവിദ്യ ഇത്തരത്തിൽ ഒരു വിൽപ്പത്രം തയ്യാറാക്കിയെന്നത് വിശ്വസിക്കാൻ പ്രയാസമാണ്. ക്യാൻസർ ചികിത്സയുടെ ഭാഗമായി കീമോതെറാപ്പിക്ക് വിധേയയായ വേളയിൽ ശ്രീവിദ്യ പവർ ഓഫ് അറ്റോർണിയായി ഗണേഷ് കുമാറിനെ ചുമതലപ്പെടുത്തുന്ന വിൽപ്പത്രം തയ്യാറാക്കിയെന്നത് വിശ്വസിക്കാൻ പ്രയാസമാണെന്നാണ് വിജയലക്ഷ്മി പറഞ്ഞിരിക്കുന്നത്. ശ്രീവിദ്യയുടെ നിരവധി സ്വത്തുക്കൾ വിൽപ്പത്രത്തിൽ ഇല്ലെന്നും വിജയലക്ഷ്മി ആരോപിച്ചു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന നൃത്ത വിദ്യാർത്ഥികൾക്ക് ട്രസ്റ്റ് വഴി സഹായം നൽകണമെന്ന വിൽപ്പത്രത്തിലെ പ്രധാന നിർദ്ദേശം നടപ്പിലാക്കിയിട്ടില്ല. 15 ലക്ഷത്തിലേറെ തുകയുടെ ബാങ്ക് ഡിപ്പോസിറ്റും 580 ഗ്രാം സ്വർണവും 1.5 കിലോഗ്രാം വെള്ളിയും കാറും അടക്കമുള്ള സമ്പാദ്യങ്ങളുള്ളതായി വിൽപ്പത്രത്തിലുണ്ട്. ഇതിനെല്ലാം എന്ത് സംഭവിച്ചെന്ന് അറിയില്ലെന്ന് സഹോദര ഭാര്യ പറയുന്നുണ്ട്. 2 ജോലിക്കാർക്ക് ഓരോ ₹1,00,000 വീതവും സഹോദരപുത്രന്മാർക്ക് 5 ലക്ഷം രൂപ വീതവും നൽകണമെന്നും നിർദ്ദേശിച്ചെങ്കിലും ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ലെന്ന് അവർ കുറ്റപ്പെടുത്തി. സഹോദരൻ ശങ്കറിനെയും കുടുംബത്തെയും ശ്രീവിദ്യയിൽ നിന്ന് അകറ്റി നിർത്താൻ ഗണേഷ് കുമാർ ശ്രമിച്ചെന്നും വിജയലക്ഷ്മി ആരോപിച്ചു. കുടുംബാംഗങ്ങൾ നടിയെ അവസാനകാലത്ത് ഉപേക്ഷിച്ചെന്നത് കള്ളപ്രചാരണമാണെന്നും വിജയലക്ഷ്മി ചൂണ്ടിക്കാണിച്ചു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന നൃത്ത വിദ്യാർത്ഥികൾക്ക് ട്രസ്റ്റ് വഴി സഹായം നൽകണമെന്ന വിൽപ്പത്രത്തിലെ പ്രധാന നിർദ്ദേശം ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. 15 ലക്ഷത്തിലേറെ തുകയുടെ ബാങ്ക് ഡിപ്പോസിറ്റും 580 ഗ്രാം സ്വർണവും 1.5 കിലോഗ്രാം വെള്ളിയും കാറും അടക്കമുള്ള സമ്പാദ്യങ്ങളുള്ളതായി വിൽപ്പത്രത്തിലുണ്ട്. ഇതിനെല്ലാം എന്ത് സംഭവിച്ചെന്ന് അറിയില്ലെന്ന് സഹോദര ഭാര്യ പറയുന്നു. 2 ജോലിക്കാർക്ക് ഓരോ ₹1,00,000 വീതം പറഞ്ഞിട്ടുണ്ട്. അതും ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. 2006-ലാണ് ശ്രീവിദ്യ ക്യാൻസർ ബാധിച്ച് മരിക്കുന്നത്. വിദ്യ മരിക്കാറായപ്പോഴേക്കും വിദ്യയുടെ കണ്ണുകളൊക്കെ പുറത്തേക്ക് വന്ന് തൊലിയൊക്കെ ഉണങ്ങി കാണാൻ പറ്റാത്ത തരത്തിലേക്ക് രൂപം മാറിയിരുന്നു. അവളുടെ പ്രാണൻ പോകുന്നതുവരെ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. വിദ്യയുടെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചപ്പോൾ മമ്മൂട്ടി അടക്കമുള്ളവർ വന്നിരുന്നു. വിദ്യയുടെ റൂമിൽ ഞങ്ങൾ താമസിച്ചപ്പോൾ ഗണേഷ് കുമാറും ഓഡിറ്ററും വന്നു. മരിച്ചവരുടെ ആത്മാവ് റൂമിൽ തന്നെ ഉണ്ടാകുമെന്ന വിശ്വാസം കേരളത്തിലുണ്ട്. അതിനാൽ പുറത്തു പോകാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങളെ ഗണേഷ് കുമാർ വിദ്യയുടെ മുറിയിൽ നിന്ന് ഒഴിവാക്കി. ആ മുറിയിൽ എന്ത് സീക്രട്ടാണുള്ളതെന്ന് ഞങ്ങൾക്കറിയില്ല. ആ സമയത്ത് ഗണേഷ് കുമാറിനെ ചോദ്യം ചെയ്യാൻ ഭയമായിരുന്നു. കാരണം ഞങ്ങൾക്ക് പരിചയമില്ലാത്ത നാടാണ് കേരളം. അതുപോലെ അയാൾ രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു, വിജയലക്ഷ്മി പറഞ്ഞു. എന്തായാലും ഗണേഷ് കുമാറിനെതിരെ വിജയലക്ഷ്മി ആരോപിച്ചിരിക്കുന്നത് ഗുരുതര കുറ്റങ്ങൾ തന്നെയാണ്. ഇപ്പോഴും സ്വത്തുക്കൾ കൈക്കലാക്കി വെച്ചിരിക്കുന്നത് ഗണേഷ് കുമാർ തന്നെയാണെന്നാണ് വിജയലക്ഷ്മി പറഞ്ഞിരിക്കുന്നത്. അതേസമയം സ്വന്തം സഹോദരിയെ പോലും ഇത്തരത്തിൽ ശ്രീവിദ്യയുടെ വീട്ടിലേക്ക് കയറാൻ അനുവദിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ സഹോദരന്റെ ഭാര്യ പറഞ്ഞിരിക്കുന്നത്. അതിനാൽ വളരെ മനപ്രയാസം സഹോദരനുണ്ടായെന്നും വിജയലക്ഷ്മി പറഞ്ഞു വെക്കുന്നു.